ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ചെമ്പകമംഗലത്തിന്റെ ഉടവാള് തേടി ദേവരാജ് ചെമ്പകമംഗലത്തെ സാവിത്രിയുടെ മുറിയിൽ എത്തിയിരിക്കുകയാണ്. ദേവരാജിനെ തടയാനായി കൈമൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൈമളിനെ തള്ളിയിട്ടുകൊണ്ട് തന്നെ ദേവരാജ് മുറിയിൽ കയറി വാളിനായി അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും അതേസമയം നന്ദിനി തോക്കുമായി അങ്ങോട്ടേക്ക് ചെല്ലുകയും ദേവരാജിനെ ചെമ്പകമംഗലത്ത് നിന്ന് അടിച്ചിറക്കുകയും ചെയ്യുന്നു. പോകുന്നതിന് മുമ്പ് കൈമള് ദേവരാജിന് ടൊർണം കൊടുക്കാനും മറക്കുന്നില്ല. അങ്ങനെ പരാജയത്തോടെ ദേവരാജ് അവിടുന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിക്കായി മുൻകൂർ ജാമ്യം എടുത്തു വെക്കുന്ന കാർത്തിയെയാണ്. അതേസമയം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരികെ വന്ന സാവിത്രിയെ ചോദ്യം ചെയ്യുകയാണ് രാജലക്ഷ്മി അമ്മ. ദേവരാജ് വന്നെന്നും സാവിത്രിയുടെ മുറി മാത്രമാണ് തിരഞ്ഞതെന്നും ഒക്കെ തന്നെ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സാവിത്രി. പിന്നീട് കാണിക്കുന്നത് വൈശാഖിന്റെ വീടാണ്. മീനാക്ഷി മൈഥിലിയെ തട്ടി വിളിക്കുകയാണ്. ഏറെ നേരത്തിന് ശേഷം മൈഥിലി കണ്ണു തുറക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്താമെന്ന് മീനാക്ഷി പറയുന്നുണ്ടെങ്കിലും എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും അതിനുശേഷം മതി ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുകയാണ് മൈഥിലി. അങ്ങനെ മൈഥിലി വൈശാഖാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ ആരംഭിക്കുമ്പോഴേക്കും മൈഥിലി ബോധം കെട്ട് വീഴുകയാണ്. പിന്നീട് കാണിക്കുന്നത് ACP സാഹിറ മീനാക്ഷിയെ തേടി പോകുന്നതാണ്. പോകുന്ന വഴിക്ക് വൈശാഖിന്റെ ഗുണ്ടകളുടെ വണ്ടിയുമായിട്ട് സാഹിറയുടെ വണ്ടിയൊന്ന് ചെറുതായി ഉരസുകയാണ്. സാഹിറ അവരുടെ വണ്ടികളുടെ മുമ്പിൽ കൊണ്ട് വണ്ടി നിർത്തുന്നുണ്ടെങ്കിലും അവര് ഓരോന്ന് പറഞ്ഞ് ഒഴിയുകയാണ്. അവരുടെ കൂട്ടത്തില് വൈകമോളെ കൂടി കാണുമ്പോൾ സാഹിറ സംശയത്തോടെ നോക്കുകയും കൂടാതെ അവരുടെ ഒരു ചിത്രം തന്റെ ഫോണിലെടുക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് സാഹിറ വൈശാഖിന്റെ വീട്ടിലെത്തിയിരിക്കുന്നതാണ്. വണ്ടിയുടെ ശബ്ദം കേട്ടുകൊണ്ട് തന്നെ മീനാക്ഷി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. സാഹിറ സ്വയം പരിചയപ്പെടുത്തിയതിനു ശേഷം ഉടവാള് മോഷ്ടിച്ചത് മീനാക്ഷിയാണെന്ന് പറഞ്ഞ് മീനാക്ഷിയെ അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. ഞാനിവിടെ തനിച്ചല്ലെന്നും തുടർന്ന് നടന്ന സംഭവങ്ങളും എല്ലാം തന്നെ മീനാക്ഷി സാഹിറയോട് പറയുന്നുണ്ടെങ്കിലും സാഹിറ മീനാക്ഷിക്കൊപ്പം അകത്തേക്ക് കയറി ചെല്ലുകയാണ്. എന്നാൽ അവിടെയെങ്ങും മൈഥിലിയെ കാണാൻ സാധിക്കുന്നില്ല. അതോടെ മീനാക്ഷി പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി അറസ്റ്റ് ചെയ്തുകൊണ്ട് സാഹിറ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് കാർത്തി ചെമ്പകമംഗലത്ത് എത്തിയിരിക്കുന്നതാണ്. ദേവരാജുമായിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ദേവരാജിനെ തല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ കാർത്തി പുറത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ സാവിത്രിയും രാജലക്ഷ്മി അമ്മയും ചേർന്ന് കാർത്തിയെ പിടിച്ചു നിർത്തുന്നു. തന്റെ ദേഷ്യം അടക്കി നിർത്തിയിരിക്കുന്ന കാർത്തിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.